വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ സ്ത്രീ പീഡന പരാതി ഒതുക്കി തീർക്കാൻ ഇടപെട്ടെന്ന ആരോപണം നേരിടുന്ന മന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജിക്കായി പ്രതിപക്ഷ സമ്മർദ്ദം ശക്തമായിരിക്കെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് സഭയ്ക്കുള്ളിലും ശക്തമായ പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷ തീരുമാനം. ശശീന്ദ്രൻ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയേക്കും. ചോദ്യോത്തരവേള മുതൽ ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷ നീക്കം. ടി ജി സജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൈത്ത്, ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമാകും. കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അതിന്റെ സൂചന നൽകിയിരുന്നു. മന്ത്രിയായി ശശീന്ദ്രനെ സഭയ്ക്കുള്ളിൽ കാണരുത് എന്നാണ്. സ്വാഭാവികമായും അതിനുള്ള തയ്യാറെടുപ്പുകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്താണ് നമുക്ക് രാവിലെ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട്? ശക്തമായ പ്രതിഷേധം ഇന്ന് നിയമസഭയിൽ ഉണ്ടാകും. ഇക്കാര്യത്തിൽ UDF ശക്തമായ നീക്കങ്ങൾ സഭയിൽ കൈക്കൊള്ളും. തുടക്കം മുതൽ ശശീന്ദ്രന്റെ രാജി ആവശ്യം സഭയിൽ ഉന്നയിക്കുകയായിരിക്കും പ്രതിപക്ഷത്തിന്റെ തന്ത്രം. അടിയന്തര പ്രമേയമായി ഈ വിഷയം തന്നെ സഭയിലേക്ക് കൊണ്ടുവരും. ചോദ്യോത്തര വേള മുതൽ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. എന്തായാലും ശക്തമായ നീക്കങ്ങൾ ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരുന്നു എ കെ ശശീന്ദ്രൻ മന്ത്രിയായി ഇന്ന് നിയമസഭയിൽ ഉണ്ടാവരുത് എന്ന നിലപാട്. ആ നിലപാട് തന്നെ ആവർത്തിക്കുന്ന ശക്തമായ പ്രതിഷേധം തന്നെ ഇന്ന് സഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മറ്റൊന്നുകൂടിയുള്ളത്, ഈ ശശീന്ദ്രൻ വിഷയത്തിന് പുറമെ UDFനെ സംബന്ധിച്ച് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയം പ്രധാനപ്പെട്ടതാണ്. സഭയിൽ ഇന്ന് സഭ ആരംഭിക്കുന്നതിനാൽ തന്നെ സഭയിൽ ഈ വിഷയത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ഇതിലൊരു അഭിപ്രായ രൂപീകരണം നടത്തുക UDFന്റെ അജണ്ടയാണ്. ഇന്ന് അത് സംബന്ധിച്ച് നിർണായക കൂടിക്കാഴ്ച രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന കന്റോൺമെന്റ് ഹൗസിലാണ്, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ. ഇവിടെ UDF കൺവീനർ ഒപ്പം തന്നെ UDFന്റെ മറ്റ് കക്ഷി നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ എത്തി ഈ മൈനോറിറ്റി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം നടത്തി ഇന്ന് സഭയിൽ എത്തുന്നതിന് മുമ്പ് ഈ വിഷയം പരിഹരിക്കാനാണ് UDFിൽ ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട കൂടിയാലോചനകളും ചർച്ചകളും UDF ക്യാമ്പിൽ സജീവമാണ്. എ കെ ശശീന്ദ്രൻ വിവാദം പ്രധാനപ്പെട്ടതാണ്. ഈ പ്രധാനപ്പെട്ട വിഷയത്തിൽ തന്നെ ഇന്ന് കൂടിയാലോചനകൾ നടക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തുകയാണ്. അദ്ദേഹവും ഇന്ന് ഈ ചർച്ചകൾ പങ്കെടുക്കുന്നു. അതായത് സഭാ സമ്മേളനം ചേരുന്നതിന് മുമ്പായി എ കെ ശശീന്ദ്രൻ വിഷയത്തിൽ സഭയിൽ ഏത് തരത്തിലുള്ള നിലപാടെടുക്കണമെന്ന കക്ഷി നേതാക്കളുമായി കൂടിയാലോചന കന്റോൺമെന്റ് ഹൗസിൽ നടക്കുന്നു. അതിന് പുറമെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിവാദത്തിലും നിലപാടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് കന്റോൺമെന്റ് ഹൗസിൽ നടക്കുകയാണ്. രാവിലെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ UDF കേന്ദ്രങ്ങളിൽ നടക്കുന്നു എന്നതാണ് സാഹചര്യം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്തുന്നു. എം എ ഹാസൻ UDF കണ്ണീർ നേരത്തെ എത്തിയിരുന്നു. മാണി സി കാപ്പൻ അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പ്രതിനിധികളും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഏതായാലും പ്രതിപക്ഷം ഉറച്ചാണ്. നമുക്ക് കാണാം, നേതാക്കൾ എത്തുന്നു, അവിടെ യോഗം കൂടുന്നു. നിയമസഭയിൽ എന്ത് നിലപാടെടുക്കണമെന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വരും മണിക്കൂറുകളിൽ നിയമസഭ പ്രക്ഷുബ്ധമാകും. നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധങ്ങളുണ്ടാകും. ഈ പ്രതിഷേധങ്ങളെ സർക്കാർ എങ്ങനെ നേരിടും, ഏത് രീതിയിലുള്ള സമീപനം സ്വീകരിക്കുമെന്നതും കാണേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇതോടൊപ്പം കൃഷി നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട കർഷകരുടെ പാർലമെന്റ് മാർച്ച് അല്പസമയത്തിനകം തുടക്കമാവുകയാണ്. ഡൽഹി പോലീസുമായുള്ള ചർച്ചയെ തുടർന്ന് കർഷകർ ജന്തർ മന്ദറിലേക്ക് സമരവേദി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പെഗസസ് ഫോൺ ചോർത്തൽ വിവാദത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഉണ്ടാകും. IT മന്ത്രി ഇന്ന് രാജ്യസഭയിൽ പ്രസ്താവനയും നടത്തും. കർഷക സമരവും പ്രതിപക്ഷം ഉന്നയിക്കും. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇന്നും പാർലമെന്റിന് വളരെ നിർണായകമായ ഒരു ദിവസമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റ്, രാജ്യസഭയും ലോക്സഭയും ഒക്കെ വളരെ പെട്ടെന്ന് സമ്മേളനം നിർത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു. സമാനമായി തന്നെ ഇന്നും പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, പെഗസസ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ ഇന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം തന്നെ നോട്ടീസുകൾ നൽകി തുടങ്ങുമെന്നാണ് അറിയുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിക്കുകയാണെങ്കിൽ സഭ അടിയന്തരമായി വിഷയം ചർച്ച ചെയ്തേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും പ്രതിപക്ഷം. അങ്ങനെ മറുപടിക്ക് ഭരണപക്ഷം തയ്യാറാകുന്നില്ല എങ്കിൽ തീർച്ചയായും സഭാ നടപടികൾ ഇന്നും തടസ്സപ്പെടുത്തുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് കർഷക സമരം കൂടുതൽ കരുത്താർജിക്കുന്നു എന്നുള്ളത്. ഇന്നു മുതൽ പാർലമെന്റിന് മുന്നിലേക്ക് പ്രതിഷേധം നടത്തുവാനാണ് കർഷകരുടെ തീരുമാനം. ജന്തർ മന്ദറിൽ അല്പസമയത്തിനകം തന്നെ പ്രതിഷേധം ആരംഭിക്കുന്നതിനു വേണ്ടി സിംഗു ബോർഡിൽ നിന്ന് കർഷകർ പ്രത്യേക ബസ്സുകളിൽ എത്തുകയും ചെയ്യും. പിന്നീട് ജന്തർ മന്ദറിൽ നിന്ന് പ്രതിഷേധ മാർച്ചോടുകൂടി പാർലമെന്റിലേക്ക് മുന്നേറുക എന്നുള്ളതാണ്. പക്ഷേ ജന്തർ മന്ദർ വെച്ച് തന്നെ പോലീസ് ഈ സമരക്കാരെ തടയും. എന്നാൽ ഈ തടയുന്ന പശ്ചാത്തലത്തിൽ അതിനെ മറികടക്കാൻ കർഷകർ തയ്യാറാകില്ല. ആ സ്ഥലത്ത് തന്നെ, അതായത് ജന്തർ മന്ദറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു പ്രതിഷേധം, അതാണ് ഇപ്പോൾ കർഷകർ ആസൂത്രണം ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ കർഷകർ ജന്തർ മന്ദറിലേക്ക് സിംഗുവിൽ നിന്ന് പുറപ്പെടും. കർഷകരുടെ പാർലമെന്റ് മാർച്ച് അല്പസമയത്തിനകം തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ പെഗസസ് ഫോൺ ചോർത്തൽ വിവാദവും പാർലമെന്റിലേക്ക് എത്തുന്നു. ഇന്ന് പ്രതിപക്ഷ ബഹളം തന്നെയായിരിക്കും പാർലമെന്റിൽ ഉണ്ടാവുക എന്ന് കരുതുന്നുണ്ട്.
നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കല്ലായിപ്പുഴയോട് ചേർന്ന് BK കനാലിന്റെ തീരത്ത് 11-അംഗ കുടുംബത്തിന്റെ ദുരിത ജീവിതം. 2 മാസം മുൻപുള്ള മഴയിൽ കുടിൽ തകർന്നതോടെ സമീപത്തെ ഹെൽത്ത് സെന്ററിൽ അഭയാർത്ഥികളായി കഴിയുകയാണ് കുട്ടികളടക്കമുള്ളവർ. പകരം മറ്റെവിടെയെങ്കിലും സ്ഥലം ലഭിക്കാൻ ഓഫീസുകൾ കയറി ഇറങ്ങിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നേരത്തെ ഹെൽത്ത് സെന്റർ ആയിരുന്ന ഈ കെട്ടിടത്തിലാണ് 2 മാസമായി കിടപ്പ് രോഗിയായ കബീറും ഭാര്യ നബീസയും അടങ്ങുന്ന 11-അംഗ കുടുംബത്തിന്റെ താമസം. 15 വർഷമായി താമസിക്കുന്ന BK കനാലോരത്തെ കുടിൽ ഈ മഴയ്ക്ക് ഭാഗികമായി തകർന്നു. കഴിഞ്ഞ 4 വർഷമായി ഓരോ മഴയ്ക്കും മാറി താമസിക്കാറുണ്ടായിരുന്നെങ്കിലും ഇത്തവണ തിരിച്ചു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കോർപ്പറേഷൻ പരിധിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയുണ്ടെങ്കിലും പുനരധിവാസത്തിനുള്ള അപേക്ഷകൾ ഇതുവരെ ആരും ചെവിക്കൊണ്ടിട്ടില്ല. ഇങ്ങനെ തരൂ നിങ്ങൾക്ക് കിട്ടൂ എന്നല്ലാതെ തരാന്നുള്ളൊരു വാക്ക് നമുക്ക് പറഞ്ഞില്ല. 10 ലക്ഷം ഉറുപ്പ്യ തന്നാൽ എന്നോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. എന്താ വെച്ചാൽ നമുക്കൊരു കാറ്റിങ്ങനെ അടിച്ചാൽ ഇമ്മയും മക്കളും കൊലായിൽ വന്നിരിക്കുന്നത് വെള്ളം കയറി കാറ്റടിക്കുക വീ കാണിച്ചാൽ പാലത്തിന് മുകളിലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് അത്രയും ഇനിയൊരു ദുരിതം ഞങ്ങൾ അനുഭവിക്കുകയല്ല അവിടുന്ന്. അത്രയും കഷ്ടപ്പെട്ടിരുന്നു. മിഠായി തെരുവിൽ ചുമട്ടുതൊഴിലാളിയായിരുന്ന കബീർ ഇപ്പോൾ പൂർണ്ണമായും കിടപ്പിലാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി കിട്ടിയിരുന്നെങ്കിൽ ആരെങ്കിലും വീടുണ്ടാക്കാൻ സഹായിച്ചേനെയെന്ന് കബീർ. സ്ഥലം കിട്ടിയില്ലേ അവിടെ പോയി താമസിക്കും. സെൻട്രൽ ഇതിനെപ്പോ എപ്പോഴും ഇഞ്ഞെടുക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. ശാശ്വതമല്ല. കൈക്കുഞ്ഞടക്കം 5 കുട്ടികൾ ഇവിടെയുണ്ട്. ഓൺലൈൻ വിദ്യാഭ്യാസം പോലും മുടങ്ങുന്ന സാഹചര്യം. കുട്ടികളൊക്കെ അവിടെ ആകുമ്പോൾ പിന്നെ ഒരു ഇതുണ്ടേനോ. പക്ഷെ ഇവിടെ ഇപ്പം നമുക്ക് ഒന്നിനും പറ്റണില്ല. പഠിപ്പിക്കാനോ ഒന്നിനോ ഉള്ള സൗകര്യം ഒന്നുമില്ല. ഒരു ടിവിയോ കാര്യമോ ഒന്നും വെക്കാൻ പറ്റില്ല. ഹെൽത്ത് സെൻ്റർ അല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിക്കുന്നത്. ചെറിയ മഴ പെയ്താൽ തന്നെ ഇവരുടെ കുടിൽ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം കയറും. തൊട്ടടുത്തുള്ള പുലിമുട്ട് വികസനം കൂടി പൂർത്തിയായാൽ കുടിൽ പൂർണ്ണമായും വെള്ളത്തിലാവും. എവിടെയെങ്കിലും 3 സെന്റ് ഭൂമി കിട്ടിയാൽ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നാണ് ഈ കുടുംബം പറയുന്നത്. ഇവരെ മാറ്റിപ്പാർപ്പിച്ചാൽ കനാലിന്റെ വീതി കൂട്ടാം, വർഷാവർഷമുണ്ടാവുന്ന വെള്ളക്കെട്ടും ഒഴിവാക്കാം. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. കല്ലായിപ്പുഴയോട് ചേർന്ന് BK കനാലിന്റെ തീരത്താണ് ഈ 11-അംഗ കുടുംബം. അവർ ദുരിത ജീവിതം നയിക്കുന്നത്. 2 മാസം മുൻപുള്ള മഴയിലാണ് ഇവരുടെ കുടിൽ തകർന്നത്. ഇപ്പോൾ ഹെൽത്ത് സെന്ററിൽ ഇവരുടെ അഭയാർത്ഥികളായി കഴിയുകയാണ്. കുട്ടികളടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ദുരിതപൂർണമായ കാര്യം. ഇവർക്ക് പകരം മറ്റെവിടെയെങ്കിലും സ്ഥലം ലഭിക്കാൻ ഇവർ പലതവണ പല ഓഫീസുകളും കയറി ഇറങ്ങി. പക്ഷേ ഇതുവരെയും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. വാർത്തയുടെ വിശദാംശങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുകയാണ്. അശ്വിൻ, 11 പേരടങ്ങുന്ന കുടുംബമാണ് ഒരു ഹെൽത്ത് സെന്ററിൽ ദിവസങ്ങളായി കഴിയുന്നത്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബം പലതവണയെ പല ഓഫീസുകൾ കയറി ഇറങ്ങിയെന്ന് പറയുന്നു. ഇപ്പോഴും ഇവർക്ക് നേരെ അധികൃതർ കണ്ണടക്കുന്ന സ്ഥിതി. എത്രത്തോളം ദുരിതപൂർണമാണ് ഇവരുടെ ജീവിതം? ദിവ്യ, കഴിഞ്ഞ ചെറിയ പെരുന്നാളിന്റെ പിറ്റേ ദിവസമാണ് ഇവരെ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ആ കുടിൽ വെള്ളം കയറി തകർന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ സുരക്ഷിതമല്ലാതായതോടെയാണ് തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്ററിലേക്ക് മറ്റു വഴിയില്ലാതെ ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയത്. ഇന്നലെ ബലിപെരുന്നാളായിരുന്നു. ഏതാണ്ട് 2 മാസമായി ഇവിടെ തന്നെയാണ് താമസം. 11-അംഗ കുടുംബമാണ്. കൈക്കുഞ്ഞുങ്ങളടക്കം 5 കുട്ടികളും ഇവിടെയുണ്ട്. അത്തരത്തിൽ വലിയ ദുരിതപൂർണമായ ജീവിതം, കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസം അടക്കം മുടങ്ങുന്ന ഒരു സ്ഥിതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 15 വർഷമായി ഈ ഭൂമിയിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ സ്ഥലം എത്രത്തോളം അപകടകരമായ സ്ഥിതിയിലാണുള്ളത് എന്നുള്ളത്. ചെറിയ മഴ പെയ്താൽ തന്നെ ഇത് കല്ലായിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന, അഴിമുഖത്തോട് ചേർന്ന് കിടക്കുന്ന ഈ കനാൽ ആണ്. ആ കനാലിന്റെ ഓരത്താണ് ഇവർ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. 16 വർഷം അവിടെ താമസിച്ചു. ആ സമയത്ത് ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ എല്ലാ മഴക്കാലത്തും ഓരോ മഴ പെയ്യുന്ന സമയത്തും ഇങ്ങനെ മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തിന് വേണ്ടി കോർപ്പറേഷൻ പരിധിയിൽ നിരവധി മിച്ചഭൂമിയുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി ഇവർ പലതവണ ഈ കോർപ്പറേഷൻ അധികൃതരുമായി ബന്ധപ്പെട്ടു, റവന്യൂ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. എന്നാൽ ലൈഫ് ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇവരുടെ രക്ഷയ്ക്കെത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം. ഇപ്പോൾ ഇനി ആ കുടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്ന് ഇവർ പറയുന്നു. 11 പേരുണ്ട് ഈ കുടുംബത്തിൽ. ഈ കുടുംബത്തിന്റെ നാഥനായ കബീർ കഴിഞ്ഞ കുറച്ച് കാലമായി കിടപ്പ് രോഗിയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് എഴുന്നേറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ കുടുംബം തന്നെ നമ്മളോട് സംസാരിക്കാനുണ്ട്. കബീറിന്റെ ഭാര്യ നബീസ സംസാരിക്കും. എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ? ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ്? നമ്മളെ അവസ്ഥ ഇപ്പോൾ നിങ്ങളോട് നമ്മൾ പറഞ്ഞില്ലേ, അതാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു 3 സെന്റ് സ്ഥലം നമുക്ക് കിട്ടിയാൽ മതി. നമ്മളെവിടെയെങ്കിലും ആരെങ്കിലും നമുക്ക്
സഹായിച്ച് ഈ എടുത്തു. ലൈഫൊക്കെ പോലെയുള്ള പദ്ധതികളുണ്ടല്ലോ, കൗൺസിലർമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിയിരുന്നു? എല്ലാവരായിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൗൺസിലർ സീനത്തുള്ള വന്നിരുന്നു ഞങ്ങളുടെ അടുത്ത്. ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞ് ഇതുപോലെ വെള്ളം കയറിയപ്പോൾ ഞങ്ങൾ ഓരോ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് സീനത്തും ഇവിടെ ഒരു ബസീർ എന്ന് പറഞ്ഞ ആളുടെ ഒരു ബാബുരാജനും ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും വാടകയ്ക്ക് പോകണം, പിന്നെ ഞങ്ങൾ വാടക കൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പം വാടക നിങ്ങൾ എന്നും എല്ലാ മാസവും നിങ്ങൾ കൊടുത്തില്ലാണ്ട് നമുക്ക് വാടകയ്ക്ക് പോകാൻ യാതൊരു ഇതുമില്ല. ഓല് പറഞ്ഞു നിങ്ങൾക്ക് വീട് പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്, താക്കോൽ നിങ്ങൾക്ക് ഒരു കൊല്ലം കൊണ്ട് നമ്മൾ തരും, ചാവണ്ടി അളപ്പിൽ വീടിൻ്റെ പണി നിങ്ങൾക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോയിട്ട് എവിടേക്കും പോകാൻ വയ്യില്ല, വാടക കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. ഇന്ന് വരെ ആ ഒരു സ്ഥലം ഉണ്ട് എന്ന് പറയാമെന്നല്ലാതെ നമുക്ക് ഒരു തന്നിട്ടില്ല. അതാണ് ഇവരുടെ ഒരു സാഹചര്യം. മാത്രമല്ല ഇപ്പോൾ 2 മാസമായി നേരത്തെ ഹെൽത്ത് സെന്റർ ആയിരുന്ന ഈ കെട്ടിടത്തിലാണ് ഇവർ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 5 കുട്ടികളുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കം വലിയ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ജീവിതം? ഒരു കഷ്ടപ്പാട് തന്നെയാണ്. ഞങ്ങൾ ആണുങ്ങൾക്കൊന്നും പണിക്ക് പോകാൻ കഴിയുന്നില്ല, ഞങ്ങൾ വീട്ടു ജോലിക്ക് പോവാണ്. ഇത്രയും മക്കളെ കാര്യമൊന്നും നോക്കണ്ടേ, അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കുക. ഇവിടെ ഒരു ഇപ്പം ഉള്ള കൗൺസിലർ ആവട്ടെ ഒന്ന് വന്നിട്ട് ഞങ്ങളെ ദുരന്തം എന്താണെന്നോ എന്താ ബുദ്ധിമുട്ടുണ്ടോയെന്നോ ചോദിക്കാൻ ഇന്നുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് വന്ന ദിവസം പറഞ്ഞു നിങ്ങൾക്ക് കൊറോണ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ ശേഷം മുസാഫിർ ഇവിടെ കയറി വന്നിട്ടില്ല. ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകർ വന്നിട്ടില്ല. വരുന്നത് മാത്രം മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ. അവർ വന്ന് അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാതെ വേറെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ലൈഫ് പദ്ധതിയിലേക്കൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ലൈഫ് മിഷനിൽ. പക്ഷെ അതൊക്കെ കോർപ്പറേഷന് പുറത്തേക്ക് പോകുന്നില്ല, അവിടെ വെച്ചിട്ട് നിൽക്കുകയാണ്. മിച്ചഭൂമിയിലാണല്ലോ ഇപ്പോൾ താമസിക്കുന്നത്. കറണ്ട് കണക്ഷൻ അങ്ങനെ കറണ്ട് കണക്ഷൻ ഉണ്ട്. കറണ്ട് കണക്ഷൻ കിട്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയതിൻ്റെ ശേഷം 4 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കറണ്ട് കണക്ഷൻ കിട്ടിയത്. അപ്പോൾ ആ കറണ്ട് കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇനിയിപ്പോൾ പുലിമുട്ട് നവീകരണം കൂടെ നടക്കുകയാണല്ലോ, അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായിട്ട് വെള്ളത്തിലാവും. കാരണം വെള്ളം നല്ല സ്പീഡിലാണ് വരിക. 2 ഭാഗത്തും കനാലായതുകൊണ്ട് പിന്നെ ഞങ്ങളെ വീടിൻ്റെ ഒരു ഇതിൽ മാത്രം ഇപ്പോൾ വെള്ളം നിൽക്കുന്നത്. വീട് പൂർണ്ണമായിട്ട് ഇപ്പം നശിച്ചു പോയിക്കുന്നു. ഇനി ഞങ്ങൾക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും കൂടി സഹകരിച്ച് ഞങ്ങൾ ഒരു 3 സെന്റ് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് മാറും. ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ആ കുടിൽ അവിടെ നിന്ന് മാറുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് കനാലിന് വീതി കൂട്ടാം, അവിടെ ആഴം കൂട്ടാം, അതുകൊണ്ട് എല്ലാ വർഷവും ഉണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനും പറ്റും. ആർക്കും ബുദ്ധിമുട്ട് മാറും. ഞങ്ങൾ ഒരാൾ മാറിക്കഴിഞ്ഞാൽ ആ ജനങ്ങൾക്ക് മൊത്തമുള്ള ബുദ്ധിമുട്ടും മാറും. അതിപ്പോൾ ഈ കൗൺസിലറാണല്ലോ ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലം തന്നാൽ ഞങ്ങൾ എവിടെയാണെങ്കിലും ഏത് ദൂരത്തായാലും ഞങ്ങൾ മാറാൻ തയ്യാറാണ്. അപ്പം പകരം ഒരു സ്ഥലം കിട്ടിയാൽ വീടെടുക്കാൻ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നു. കുറേ വാഗ്ദാനങ്ങളുണ്ട്. സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പല ഇതിലും കിട്ടുമല്ലോ, പൈസയും അതും ഇതൊക്കെ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് മാറും. ആദ്യം 3 സെന്റ് സ്ഥലം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നു, വേറെ ഒന്നും ആരോടും ചോദിക്കുന്നില്ല. ഈ ഇപ്പം ഇങ്ങോട്ടേക്ക് മാറിയതിനു ശേഷം പുതിയ പരാതികൾ എന്തെങ്കിലും കൊടുത്തോ, അല്ലെങ്കിൽ മേയറോ മറ്റോ കാണാറുണ്ട്? കുടുംബത്തിന്റെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് അശ്വിൻ അത്തരത്തിൽ പറഞ്ഞത്. അവർക്കൊരു വീട് ലഭിക്കുക, അവർക്ക് സുരക്ഷിതമായ താമസം ഒരുക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയുമാണ്. ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ദുഃഖകരമായ വാർത്ത വന്നത് ചിരിയിലൂടെ, ഒരുപാട് ചിരിപ്പിക്കുന്ന ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായ നടൻ KTS പടന്നയിൽ അന്തരിച്ചു. ഹൃദയാഘാതം മൂലം രാവിലെ കൊച്ചിയിലായിരുന്നു അന്ത്യം. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം, ആദ്യത്തെ കൺമണി, അനിയൻ ബാവ, ചേട്ടൻ ബാവ തുടങ്ങിയവയാണ് അദ്ദേഹം അഭിനയിച്ച പ്രധാന സിനിമകൾ. അദ്ദേഹത്തിന്റെ പ്രത്യേകത ദിവ്യ, അദ്ദേഹം ഈ നടനായിട്ടും ശ്രദ്ധേയനായിട്ടും ഈ തൃപ്പൂണിത്തുറ കണ്ണം കുളങ്ങര എന്ന സ്ഥലത്ത് ഒരു ചെറിയ കട നടത്തി, ഒരു മാടക്കട നടത്തി. അവിടെ ഈ മുറുക്കാനും സിഗരറ്റും ഒക്കെ വിൽക്കുന്ന ഒരു കട നടത്തിയിട്ടുണ്ടായിരുന്നത് വലിയ വാർത്തയാണെന്നൊക്കെ. ഈ രാജസ്ഥേന്റെ ചിത്രങ്ങളിലൂടെയാണ് അദ്ദേഹം ഒരുപാട് ശ്രദ്ധേയനായത്. അദ്ദേഹം ചെയ്ത ആ റോളുകളെല്ലാം നമുക്ക് മനസ്സിൽ തങ്ങുന്ന കോമഡി നിറഞ്ഞ കഥാപാത്രങ്ങൾ, വളരെ പ്രത്യേകതയുള്ള ചിരിയാണ്. പിന്നെ അത്തരം കഥാപാത്രങ്ങളിലൂടെ നിരവധിയായി ആ സമയത്ത് ഈ രാജസൻ സിനിമകളൊക്കെ നമുക്കറിയാം, ഒരു സമയത്ത് വലിയ ഹിറ്റുകളായിരുന്നു. അതിലൊക്കെ എന്നും പ്രധാന കഥാപാത്രമായി അദ്ദേഹം ഉണ്ടായിരുന്നു താനും. അതിൻ്റെ എന്തായാലും 88 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്ന ദുഃഖകരമായ വാർത്തയുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് അദ്ദേഹത്തിന് ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളായിരുന്നോ, അസുഖങ്ങളാണോ മരണകാരണം? മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ഒരു 4 ദിവസം മുൻപ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നതായാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് 6:30 കൂടിയാണ് സംഭവിക്കുന്നത്. മരണകാരണം ഹൃദയാഘാതമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ കടവന്ത്രയിലുള്ള ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം വളരെ ചെറിയ വേഷങ്ങൾ കൊണ്ട് തന്നെയാണെങ്കിലും വളരെ ശ്രദ്ധിക്കപ്പെട്ട രീതിയിലേക്ക് മാറിയിരുന്നത്. 95 മുതലാണ് സിനിമയിൽ സജീവമാകുന്നത്. ഈ സിനിമയിൽ സജീവമാകുന്ന ഒരു സമയത്തും ആ കാലത്തും എല്ലാം തന്നെയും
അദ്ദേഹം തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അവിടെ സാധാരണ രീതിയിൽ തന്നെ സിനിമയില്ലാത്തപ്പോൾ മുറുക്കാൻ കടയടക്കം നടത്തി മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. തികച്ചും നാട്ടുകാരനായി തന്നെ അദ്ദേഹം കഴിഞ്ഞു പോന്നിരുന്നു. അദ്ദേഹം നാടക നടനായാണ് തന്റെ ഒരു ജീവിത കരിയർ അത് ആരംഭിക്കുന്നത്. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹം സ്വന്തമായ രീതിയിൽ നാടകം രചിക്കുകയും അതിൽ അഭിനയിക്കുകയും ചെയ്തു. പിന്നീട് പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് പല ട്രൂപ്പുകളും, കേരളത്തിലെ വിവിധ ട്രൂപ്പുകളിലെല്ലാം തന്നെ അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമായി മാറിയിരുന്നു. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ഗീതയും വൈക്കം മാളവികയും പോലുള്ള വലിയ സംഘങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഒരു സുപരിചിതമായ ഒരു മുഖമായിട്ട് ഈ നാടകത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയിരുന്നു. പിന്നീടാണ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം വരുന്നത്. പ്രത്യേകിച്ച് ആ കാലത്തെ രാജസേനൻ ചിത്രങ്ങളുടെ ഒരു അടയാളപ്പെടുത്തൽ കൂടുതലായും ഉണ്ടായിരുന്നത് KTS പടന്നയിൽ ഉണ്ടായിരുന്നു. അതിൽ കാരണം അദ്ദേഹത്തിന്റെ ഒരു ചിരിയും അതേ സ്വതസിദ്ധമായ ഒരു ചിരി, സംഭാഷണങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. ആ രീതിയിൽ പ്രേക്ഷകർ അദ്ദേഹത്തെ തിരിച്ചറിയുന്നൊരു കാലമായിരുന്നു. നിരവധി ചിത്രങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. അനിയൻ ബാവ, ചേട്ടൻ ബാവയാണ് അദ്ദേഹം ഈ രാജസേനൻ ചിത്രങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ട് അറിയപ്പെടുന്നത്. തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിൽ അദ്ദേഹം സാന്നിധ്യമായിരുന്നു. തികച്ചും ഈ കോമഡി രംഗങ്ങൾ, കോമഡി ആ രീതിയിലേക്ക് എന്നതിനേക്കാളും അപ്പുറം കുറച്ചുകൂടി തന്മയത്തമായിട്ട് തന്നെ ഈ രംഗത്തെല്ലാം തന്നെ തന്റെ വേഷപകർച്ചകൾ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാക്കാൻ അദ്ദേഹം കഴിഞ്ഞിരുന്നു. വൃദ്ധന്മാരെ സൂക്ഷിക്കുക, 3 Men Army തുടങ്ങിയ ഒട്ടനവധി ആ കാലത്തിറങ്ങിയ ചിത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഏറ്റവും അവസാനത്തിലേക്ക് വരുമ്പോഴേക്കും അമർ അക്ബർ ആന്റണി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ അഭിനയിച്ച ഒരു ചിത്രമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇങ്ങനെ അദ്ദേഹം തന്റെ ഒരു ശൈലി കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനായിരുന്നു. സിനിമയിൽ ഇപ്പോൾ അവസാന സമയത്ത് സിനിമയിൽ അത്ര കണ്ട് സജീവമായിരുന്നില്ലെങ്കിലും സിനിമയിൽ സജീവമായിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തും എല്ലാം തന്നെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ആ മുറുക്കാൻകട അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയങ്ങളുടെ കൂടി ഒരു പ്രതീകമായിരുന്നു. അവിടെ സിനിമാ വർത്തമാനങ്ങളും നാട്ടുവർത്തമാനങ്ങളും എല്ലാം പറഞ്ഞു പോകുന്ന ഒരു സാധാരണക്കാരനായിട്ട് തന്നെ പോകുന്നു. നമ്മൾ ആ വഴി പോകുമ്പോഴെല്ലാം തന്നെ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടുപോകുമ്പോഴും ചിരിച്ചു പോകുമ്പോഴും ഉള്ളൊരു സന്ദർഭങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തികച്ചും സാധാരണക്കാരനായിട്ട് തന്നെയാണ് അദ്ദേഹം കടന്നു പോയിരുന്നത്. എന്തായാലും ഇപ്പോൾ കുറച്ചു കാലമായി സിനിമയിൽ അത്ര കണ്ട സജീവമല്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഒപ്പം ഇപ്പോൾ ഹൃദയാഘാതവുമാണ് മരണകാരണമായിട്ട് ഡോക്ടർമാർ പറയുന്നത്. സംസ്കാരം നടൻ മലയാള സിനിമയിൽ ചിരിയുടെ പൂരം സൃഷ്ടിച്ച നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയ ഒരു സമയത്ത് സിനിമയിൽ നിറസാന്നിധ്യമായ നടൻ അന്തരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ നൽകാനുണ്ട്. ഇടവേളയ്ക്ക് തിരിച്ചു വരാം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അനന്യകുമാരി അലക്സിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. ഇന്നലെ ആ മരണം വലിയ വിവാദമായ പശ്ചാത്തലമുണ്ടായിരുന്നു. ആക്ടിവിസ്റ്റുകളുടെ പ്രതിഷേധം ഇന്നലെ എറണാകുളം നഗരത്തിലുണ്ടായി. അവർ പറയുന്നത് ഈ മരണത്തിൽ ചില ദുരൂഹതകളുണ്ടെന്നും അനനയുടെ പിതാവടക്കം ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നു, മർദ്ദനമേറ്റിരുന്നുവെന്നുമൊക്കെയുള്ള ആരോപണങ്ങളുണ്ട് സ്വകാര്യ ആശുപത്രിക്കെതിരെ. പക്ഷേ അവരത് പൂർണ്ണമായും നിഷേധിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. നേരത്തെ തന്നെ ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുകയും അതിനെ തുടർന്ന് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു എന്ന് അവർ പലപ്പോഴായി സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ടായിരുന്നു. അതിൽ മനംനൊന്താണ് ആത്മഹത്യ എന്നതടക്കം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റു വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നതിനെ ചൊല്ലി INLൽ പൊട്ടിത്തെറി. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ യോഗം വിളിച്ചു ചേർക്കുന്നില്ലെന്നും സ്വന്തം നിലയിൽ സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർക്കുമെന്നും വ്യക്തമാക്കുന്ന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് ശബ്ദ സന്ദേശം പുറത്തായി. വിഷയം സങ്കീർണമാക്കാനാണ് പ്രസിഡന്റിന്റെ നീക്കമെന്നും ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നില്ലെന്നും കാസിം ഇരിക്കൂറിന്റെ മറുപടി സന്ദേശവുമുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തായത്. പാർട്ടി തിരഞ്ഞെടുപ്പിനുള്ള വരണാധികാരികളെ നിശ്ചയിക്കുന്നതും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിശ്ചയിച്ചതുമുൾപ്പെടെയുള്ള സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിന് സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിനോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടാവുന്നില്ല. ഇനി പ്രസിഡന്റ് എന്ന നിലയിൽ താൻ സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർക്കുകയാണ്.
ഇതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബിന്റെ ശബ്ദ സന്ദേശം. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയോട് പാർട്ടി സെക്രട്ടേറിയറ്റ് വിളിക്കാൻ ഞാൻ നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം അത് ചെവിക്കൊള്ളാതെ വന്നപ്പോൾ കഴിഞ്ഞ 17-ാം തീയതിയും തുടർന്ന് ഇന്നലെയും ഞാൻ രേഖാമൂലം തന്നെ അദ്ദേഹത്തോട് ഇക്കാര്യം ആവശ്യപ്പെടുകയുണ്ടായി. ബഹുമാനപ്പെട്ട സെക്രട്ടറി അത് നിരാകരിക്കുകയാണ്. ഭരണഘടനാ പ്രകാരം പ്രസിഡന്റ് യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാൻ സെക്രട്ടറി ബാധ്യസ്ഥനാണ്. തൊട്ടുപിന്നാലെ ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിന്റെ മറുപടിയുമെത്തി. 25-ന് എറണാകുളത്ത് പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർക്കേണ്ട സാഹചര്യമില്ല. പ്രസിഡന്റിന്റെ നീക്കം വിഷയം സങ്കീർണമാക്കാനാണെന്നും ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റ് യോഗം നടത്തണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആ 25-ാം തീയതി രാവിലെ അവിടെ ചേരാവുന്നതാ, അതിനെക്കുറിച്ചും ആലോചിക്കാവുന്നതാ. അതല്ലാതെ ജനറൽ സെക്രട്ടറി വിളിക്കണ്ട, ഞാൻ വിളിച്ചോ എന്നൊക്കെ പറയുന്നത് വിഷയം സങ്കീർണമാക്കാനാണ്, ദുരുപദിഷ്ടിതമാണ്. അത്തരം നീക്കങ്ങൾ നമ്മുടെ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രം ഉണർത്തുകയാണ്. പാർട്ടിയിൽ രൂക്ഷമായ വിഭാഗീയ പ്രവർത്തനം പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇരു നേതാക്കളുടെയും ശബ്ദ സന്ദേശം. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രസിഡന്റിനും പ്രവർത്തക സമിതിയിൽ ജനറൽ സെക്രട്ടറിക്കുമാണ് സ്വാധീനം. സെക്രട്ടേറിയറ്റ് വിളിക്കാതെയുള്ള പ്രവർത്തക സമിതി യോഗം അംഗീകരിക്കില്ലെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കെ 25-ന് എറണാകുളത്ത് നടക്കുന്ന യോഗം നിർണായകമാകും. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. നേരത്തെ പറഞ്ഞതുപോലെ അന്യാകുമാരി അലക്സിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ഡാനി ഇപ്പോൾ ചേരും. ഡാനി, എന്താണ് വിവരങ്ങൾ? ദുരൂഹതയൊക്കെ ആരോപിക്കപ്പെട്ട ഒരു മരണമാണല്ലോ അത്. രഞ്ജിത്ത്, ഇന്ന് 11 മണിയോടുകൂടി ആയിരിക്കും അനന്യകുമാരിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുവേണ്ടി ഒരു മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഘത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. തുടർന്ന് അതിൻ്റെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ വിശദാംശങ്ങളടക്കം പരിശോധിക്കുന്നത് ഈ മെഡിക്കൽ ബോർഡിൻ്റെ തന്നെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലും തന്നെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ അടക്കം വലിയ രീതിയിലേക്ക് വിവാദങ്ങൾ വന്നൊരു സാഹചര്യത്തിൽ ഇത് ആശുപത്രിയെ അടക്കം ആരോപണങ്ങൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ്. അതുമാത്രവുമല്ല, ഈ ഇപ്പോൾ നടത്തിയ സർജറികളെ സംബന്ധിച്ചുള്ള ഒരു അതുകൂടി ഇതിൻ്റെ ഒരു പഠന വിഷയമാകും, അല്ലെങ്കിൽ അതുകൂടി ഇവരുടെ ഒരു അന്വേഷണ വിഷയമാകുമെന്നാണ് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് രീതിയിലായിരുന്നു അത്? അവസാന സമയത്ത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവർ ഒരുപാട് ശാരീരിക പീഡകൾ അനുഭവിച്ചിരുന്നതായ വിവരമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് ആശുപത്രിയിൽ മർദ്ദനമേറ്റിരുന്നതായ അച്ഛൻ്റെ തന്നെ, പിതാവിൻ്റെ തന്നെ മൊഴികൾ പുറത്തു വന്നൊരു സാഹചര്യം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നതാണ്. ഡാനി ഇപ്പോൾ നൽകുന്നത്. നമുക്ക് എന്തായാലും ന്യൂസ് 18 ഗുഡ് മോർണിംഗ് അവസാനിപ്പിക്കാനുള്ള സമയമായി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.news18.com.